ആ പിള്ളേരെ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത് വെച്ചാ എങ്ങോട്ടാണ് പോകുന്നത്? മറ്റവരെന്തി ബ്രോ താങ്ക് യു ചേച്ചിമാരെ നമ്മുടെ വീഡിയോ പിന്നെയും തുടങ്ങിയേക്കും നമ്മൾ നേരെ ഇനി വട്ടവടക്കിലോട്ട് പോകും. നമ്മൾ പിള്ളേരായിട്ട് പൊളിക്കും. ഇനി നമ്മൾ പൊളിച്ചെടുക്കുന്ന വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നതല്ല. Guys, fucking. Ini gitu dong le. Hey guys. Vlog mana? Shiva bro ne. അവനെ ഒന്ന് ഫോക്കസ് ചെയ്തു. ഞാൻ ചെയ്തു. Shiva bro ne ഫോക്കസ് ചെയ്തായിരുന്നു. Shiva bro നമ്മളെ ട്രീറ്റ് ചെയ്ത് നമ്മളെ പൊളിയായിട്ട് ട്രീറ്റ് ചെയ്ത Shiva bro സ്ഥലം പറ. മറയൂർ എവിടെ? കുണ്ടക്കാട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ Shiva bro നമ്മളെ സ്റ്റേ എല്ലാം സെറ്റ് ചെയ്ത് തരും അല്ലേ? നമ്പർ പറഞ്ഞോ? അല്ലേ വേണ്ട, ഞങ്ങൾ താഴെ തന്നേക്കാം നമ്പർ. Shiva broയുടെ നമ്പർ. ചേട്ടാ ഇത് വഴി അങ്ങോട്ട് സാണയോ തനിക്കണ ഒറ്റ ഫുള്ളാണോ ചോദിച്ചോ? അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം കാണിച്ചു തരാം. വെള്ളച്ചാട്ടം പോയത് നമ്മുടെ ബസ് അവിടെ വെയിറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ബസ്സും കൊണ്ട് പോയി അങ്ങ് പോയി. ഹോട്ട് വീൽസ് ആണ് നമ്മുടെ വണ്ടി. അതുകൊണ്ട് അങ്ങ് പോയേക്കുക. നമ്മളിനി അത് കാണിച്ചു തരാം. വെള്ളച്ചാട്ടം നല്ല മൂടുള്ളൊരു സ്ഥലമാണ്. നല്ല മൂട്. വേറെ ഉണ്ട്. ഇതിലും മൂട്. ഇവിടെ വലിയ മൂട്. കണ്ണാണ്ണാണ് നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂമർ. കണ്ണാണ്ണൻ നമ്മൾ പോയപ്പോൾ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. എല്ലാ സുഖം. ഇതാണ് നമ്മുടെ ശകടം. പറയണമല്ലോ. ഹലോ ഗായ്സ്, നമ്മളിവിടെ വിനീത വിശാഖ. വിശാഖിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ലൈറ്റ് ഇടാൻ പറഞ്ഞാൽ മതി ഗൈസ്. ഇതാണ് നമ്മുടെ ഹോട്ട് വീലിന്റെ വർക്കിംഗ്.
ചിന്താതമനിയിൽ ധൂളി കേറി എങ്ങനെ എടുക്കും ശ്വാസം സ്വാർത്ഥത പുറകെ ലോകമോടി നാലുദിക്കിലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട വറ്റി ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം ചുട്ടുപൊള്ളി ഒരു ഭൂമി നഗരം എനിക്ക് ആരുണ്ടിവിടെ പാസം ഞാൻ മാറ്റുന്നു ഒരു പച്ച പൂവിടങ്ങൾ അതിൽ വർണ്ണത്തിൽ നിറയുന്ന തലപ്പുടങ്ങൾ എന്റെ റാപ്പിൽ തെളിയുന്ന ഇതൊക്കെ എടുത്ത് വെച്ചാ നമ്മള് ഇത് കണ്ട നമ്മുടെ വ്യൂ കണ്ട ഇത് കോടയൊക്കെ ഇറങ്ങി വരുന്ന വരവ് കണ്ട എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ മിസ്സായിപ്പോയ സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ ഇതുപോലെ തിരിച്ച് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കണക്ക് നമ്മൾ വീഡിയോ എല്ലാം ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു 3 വർഷത്തിനടുത്തായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത്. 3 വർഷത്തിനടുത്തല്ല 3 വർഷമായി നമ്മൾ വീഡിയോ ഇട്ട് 3 വർഷമായി. നമ്മളിനി 3 വർഷത്തിൻ്റെ ആ ഒരു പവർ തിരിച്ചു പിടിച്ച് ഇത് കണക്ക് കളർ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. പിന്നെ അതേ ഇത് കണ്ട ഇത്രയും അടിപൊളിയായിട്ട് കിടക്കുന്ന ഈ വട്ടവട എന്ത് രസമാണ്, എന്ത് സുന്ദരമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇപ്പോൾ നമ്മുടെ ചില വ്ളോഗർമാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, മൂന്നാറിലോട്ട് വരല്ലേ, വട്ടവടയിൽ അവിടെ ഇവിടെ ഒന്നും കറങ്ങാൻ ഇപ്പോൾ പോകല്ലേ, ന്യൂ ഇയർ അതുകൊണ്ട് തിരക്കാന്ന് കോപ്പാന്നൊക്കെ പറഞ്ഞ് കുറേ അമ്മമാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ചുമ്മാതാ. അതൊക്കെ കേട്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എവിടെയും പോകത്തില്ല, ഇത് കണക്കത്തെ സ്ഥലവും കാണത്തില്ല, ഇത് കണക്കത്തെ പ്രകൃതി ഭംഗിയും കാണത്തില്ല, ക്ലൈമറ്റ് കാണത്തില്ല, ഒന്നും കാണത്തില്ല. വീട്ടിലതേ മുറിയിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു 2 ബിയറും അടിച്ച് ഹാപ്പി ന്യൂ ഇയറും കേട്ട് അവിടെ ഇരിക്കും. എന്നത്തെയും പോലത്തെ ഒരു ദിവസം അങ്ങ് പോകുന്ന കണക്കങ്ങ് പോകും. ഇത് കണ്ട അടിപൊളി വൈബിങ് ആണ്. നമുക്ക് പോകാൻ പറ്റുന്ന സമയത്ത് പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പോകണം, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല, എനിക്ക് ആരുമില്ല, അങ്ങനെ പറയേണ്ടത് കാര്യമില്ല. കുറേ നാൾ കണ്ടെത്തുക എല്ലാം തീരും, അത്രയേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും കുറച്ച് സമയങ്ങളേ ഉള്ളൂ, അത് നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മുടെ ഫുൾ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുക. 3 വർഷം എൻ്റെ ഇതായി, അന്ന് സീനില്ല. 3 വർഷത്തിൻ്റെ ഇത് നമ്മൾ തിരിച്ച് പിടിക്കുകയല്ല, പഴയ പോലെ നമ്മൾ പിന്നെയും അലമ്പായിട്ട് പിന്നെയും ചെയ്യുമല്ല വീഡിയോയിൽ. അപ്പോൾ അതേ ഇതൊക്കെയാണ്. ഇനി നമുക്ക് പിന്നെ ഇനി രാത്രി കോട കയറുന്നതും രാത്രിയിലെ ക്യാമ്പ് ഫയറിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. നല്ല ഫയറിംഗ് അല്ല, ക്യാമ്പ് ഫയറിംഗ് അല്ല, ഫയറെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റേ ആണിത്, നൈസാണ്. ഇത് അങ്ങോട്ട് പുറമോട്ടുണ്ട്, നമുക്ക് കയറാൻ പറ്റാത്ത. രാത്രി ആകുമ്പോഴത്തേക്കും കാണിച്ചു തരാമല്ല. അടിപൊളി സ്ഥലം, ഡാർക്കാവും എന്നാലും നമ്മളുള്ള ഇതിൽ ഡാർക്കാവും എന്നാലും ഉള്ള ഇതിൽ കാണിച്ചു തരുന്നതായിരിക്കും. സ്ട്രോബെറി തോട്ടം, സ്ട്രോബെറി തോട്ടം ഉണ്ട് ഇവിടുന്ന്. നമ്മളെ പയ്യൻ പറഞ്ഞൂടെ സ്ട്രോബെറി തോട്ടം ഉണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് സ്ട്രോബെറി തോട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ സ്ട്രോബെറി തോട്ടം കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. സ്ട്രോബെറി തിന്നാൻ പറ്റുമെങ്കിൽ തിന്നും കൂടെ കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് വട്ടവട. ഇതൊന്നും അല്ല, ഇനിയും കാണാനുണ്ട് വട്ടവട. ഇപ്പൊ ചെറിയതാണ്, ഇത് ചെറുതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, നീ ഫസ്റ്റ് ടൈം അല്ല? ഞാനും ഫസ്റ്റ് ടൈം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വട്ടവട. ഫസ്റ്റ് ടൈം തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റേ ഒക്കെ കറക്റ്റ് ചെയ്ത്. സ്റ്റേ മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതും ഫസ്റ്റ് ടൈം. ഫുള്ള് വൈബിങ് അടിക്കാൻ വേണ്ടി നമ്മൾ വന്നു. ഇനി നമ്മൾ 2 പേരും കൂടെ പോകുന്ന ഒരു സെറ്റപ്പ്. ഇനി ഞങ്ങൾ 2 പേരും കൂടി കുറച്ച് ട്രിപ്പൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സമയമെല്ലാം ക്യാച്ച് ചെയ്ത് പോകണം, ഫണ്ട് ഒപ്പിക്കണം. ഇനി അതിനായിട്ട് പണിക്ക് പോകണം. നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാം വേറെ കണക്കായിരിക്കും. ഇപ്പത്തെ ഒച്ചയൊക്കെ ഇച്ചിരി സീനായിട്ടുണ്ട് പിള്ളേരെ. അപ്പോൾ നമ്മൾ ഒച്ചയൊക്കെ ഇച്ചിരി സീനായിട്ടിരിക്കുക. എന്നാൽ ഈ വണ്ടി കിടന്ന് ചില്ല് ചെയ്ത് വന്നതിൻ്റെ പിന്നെ 2-3 സ്ഥലത്തൊക്കെ നമ്മൾ പോയി, അത് നമ്മൾ വ്ളോഗിൽ കയറ്റിയിട്ടില്ല. എന്നാൽ ചെറിയ ഷോർട്ടായിട്ട് തരുന്നതായിരിക്കും. പിന്നെ അത് നമ്മുടെ പൊടിയാണ്, നമ്മുടെ പിള്ളേർ തന്നെയാണ്, നമ്മുടെ ചങ്ങ് പിള്ളേർ. ഇതല്ല നമ്മൾ ഈ മറ്റേ വീട്ടിൽ നിന്ന് നാട്ടിലൊക്കെ കൊണകൊണയെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഇത് കണക്ക് ഇടയ്ക്ക് ചില്ല് ചെയ്യാനൊക്കെ വരണം. വരാതിരുന്ന് കഴിഞ്ഞാൽ ആർക്കും പോയി, നമുക്കും പോയി, നമ്മുടെ വയസ്സും പോയി, നമ്മളെല്ലാം പോയി. ഇതാണ് നമ്മുടെ ചങ്ക, നമ്മുടെ അനിയനാണ്, നമ്മുടെ അനിയനാണ്. നമസ്കാരം. പൊടി എന്ത് പറയാനുള്ളത്? നമ്മൾ ഈ വന്നതിനെ പറ്റി എന്ത് നമുക്ക് പറയാം? അടിച്ചു പൊളിക്കുക. ന്യൂ ഇയർ നമ്മൾ എന്താക്കും? വൈബാക്കും, കളറും ആക്കും. നമുക്ക് രാത്രി വൈകിട്ട് മറ്റേ പാട്ട് വേണം. ഇന്നലെ നമ്മുടെ കുറച്ച് പാട്ടുണ്ടായിരുന്നു. നമ്മൾ മറയൂരും കാന്തല്ലൂരൊക്കെ പോയിട്ടാ വന്ന, പക്ഷെ അത് നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല. ബാഡായിരുന്നു എല്ലാവരും. ബാഡ് എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച കണക്ക് ലഹരിയിലടിച്ച് കിളിവാറിയിരിക്കുന്നതല്ലായിരുന്നു. എല്ലാവർക്കും സൗണ്ട് ഇല്ലായിരുന്നു ആർക്കും. രാത്രിയിൽ എന്തായാലും ഇവിടുത്തെ എന്തായാലും എല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും വട്ടവടയിലെ. വേറെ എന്ന് വെച്ചാൽ
ഇനിയിപ്പോൾ നമ്മൾ വേറെ ജസ്റ്റ് ഒന്ന് സ്ട്രോബെറി തോട്ടം എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്നത്. ചുമ്മാ നടന്നിട്ട് കുറച്ച് ഷോട്ട് അതിൻ്റെയും നമ്മൾ സ്ട്രോബെറി പറിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. പിള്ളേരെ നമ്മൾ റൂം കാണിച്ചു തരാം. മഡ് ഹൗസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ വലിയ അതല്ല, സ്റ്റൈൽ രാജ്. ഇതാണ് സ്റ്റൈൽ രാജ് കൊടുക്കുക. നമുക്കത് നൈസ് റൂമാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ഒരു സെറ്റപ്പ് അല്ലേ? ഈ സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. ഇവിടെയൊക്കെ അടിപൊളിയാണ്. പംകിൻസ് അല്ലടാ അത് പാഷൻ ഫ്രൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ടെൻ്റാണ്. ഇവിടെ ടെൻ്റുണ്ട്. ടെൻ്റ് നിങ്ങൾ നേരത്തെ കണ്ടല്ലേ? ടെൻ്റ് കാണിച്ചു തരാം. തട്ടിയിടല് മഡ് കൊണ്ടുണ്ടാക്കിയ ഹൗസ്. ഇത് അടുക്കള ഭാഗമാണെന്ന് തോന്നുന്നു. മഡ് കൊണ്ടുണ്ടാക്കിയ ഹൗസ്, മഡ് ഹൗസ്. അതിന് മഡ് ഹൗസ് എന്നല്ല, പിന്നെ എന്ത് ഹൗസ് എന്ന് പറയും. ഇത് ഒരു ക്യാമ്പ് ഫയർ കേട്ടോ. സെറ്റപ്പ് വ്യൂ ആണ് മച്ചന്മാരെ. സൂപ്പർ വ്യൂ. തെറി പറയാ. നീ ഏതാടാ? മയിലൊരു ചെറിയൊരു വാക്കല്ല മയില്, അത് പറയാം. മയിലിന് വലിയ പ്രശ്നമൊന്നും ഇല്ലത്തെ. ഇതാണ് നമ്മുടെ മഡ് ഹൗസും സെറ്റപ്പ്. കണ്ടില്ലേ നിങ്ങൾ? ഈ കാണുന്നതാണ് മഡ് ഹൗസ്. മഡ് ഹൗസ് എന്ന് പറയുമ്പോൾ ഇത് മഡ് കൊണ്ടാക്കിയേക്കുന്നുണ്ട് മഡ് ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ ഓല കൊണ്ടുണ്ടാക്കിക്കുന്ന ഓല ഹൗസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സെറ്റപ്പ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബിഗ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജിയോയ്ക്ക് BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ. ഈ എയർടെൽ എന്ന് പറയുന്ന സംഭവം ഇവിടെ വർക്കിംഗ് അല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വൈഫൈ ഉണ്ട്, വൈഫൈ കോൾ ചെയ്യാം. വൈഫൈ ടെക്നോളജി ഉണ്ട് ഫോണിനകത്ത്. വൈഫൈ ഇവിടെ നമ്മൾ രാവിലെ എണീച്ച് വരുമ്പോൾ ഉള്ളൊരു വ്യൂ. ഇതാണ് സാധനം. എൻ്റെ അളിയ, ഇതാണ് സാധനം. വട്ടവട മൂട്. എന്ത് മൂട്? വട്ടവട മൂട്. വട്ടവട ഇതല്ല, വട്ടവട. എന്നാലും വട്ടവട എന്ന് പറയാം. നമ്മൾ ആലപ്പുഴ ഉള്ളപ്പോൾ ആലപ്പുഴയിലെ പല സ്ഥലങ്ങളിലും ആലപ്പുഴ എന്നല്ല പറയുന്നത്. അതുപോലെ അമ്പലപ്പുഴ ആണെങ്കിൽ ആലപ്പുഴ അല്ലേ വട്ടവട. എന്നാണ് എന്താ മൂന്നാർ എന്ന് പറയുന്നത്? എന്നാ മൂന്നാർ മൂട്. മൂന്നാർ മൂടെന്ന് പറഞ്ഞാലും ഒരു സീനൊന്നും ഇല്ല. വട്ടവട മൂട് അത് എന്താണേലും ഒരു സീനില്ല. ഇതാണ് മഡ് ഹൗസും സെറ്റപ്പും കാര്യങ്ങളും. ഇതാണ് ഒരു കണ്ട റൂമിനകം. ഇത് കണ്ട അത്യാവശ്യം നൈസ് റൂമാണ്. മഡ് ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മുറിയല്ലേ, മുറിയല്ലേ? അങ്ങനെ ഇത് ബാത്റൂമിൽ ആളാണ്. ഇല്ല, കാണിച്ചു തരാം. ഇത് തന്നെ മറ്റേ നമ്മുടെ മറ്റേ ഈ ഓലയില്ല, ഓല വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിനെ ഉണ്ടെങ്കിൽ ചെളി വെച്ചിട്ട് സെറ്റ് ചെയ്ത്. ചെളി എന്ന് പറയുമ്പോൾ കളിമണ്ണാണ് ചേട്ടാ. കളിമണ്ണ് വെച്ച് സെറ്റ് ചെയ്ത്. പണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ എനിക്കറിയത്തില്ല. ഇപ്പൊ എനിക്ക് ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഈ സിമെന്റ് മൊത്തം. ഇത് ഇപ്പൊ സിമെന്റ് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഇതാണ് ഒരു ക്യാമ്പ് ഫയറിംഗ് ഏരിയയാണ്. അടിപൊളി ഒരു വൈബിങ് ആണ്. ഇത് കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആണ്. വലിയ ഗ്രില്ലൊക്കെ ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് കയറി കുക്കിംഗ് ഒക്കെ നടത്താം. അത് കണക്കത്തെ സെറ്റപ്പ് ഇവിടുത്തെ. അത്യാവശ്യം പൊളിയുമാണ്. അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഫുൾ ഫ്രീഡവുമാണ്. നൈറ്റ് ആകുമ്പോൾ ഇവിടെ വേറൊരു വ്യൂ ആണ്. അത് കാണിച്ചു തരാം. വൈബിങ് ആണ്, ഫുൾ വൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നൈസായിട്ട് സ്ട്രോബെറി തോട്ടത്തിലോട്ട് പോകാൻ പോവുക. അത് കാണിച്ചു തരാം. എടാ ബാത്റൂമിൽ ആരൊക്കെ ഉണ്ടോ? ഇത് കണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇനി രാത്രിയാകുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി ചില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ബാക്കി അത് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ മഡ് ഹൗസിൽ നിന്ന് നേരെ ഇറങ്ങി റോഡിലോട്ട് പോകുക. ഇത് കണ്ടോ? റോഡിലോട്ട് നമ്മൾ ഇത് മറ്റേ സ്ട്രോബെറിയുടെ പരിപാടിക്ക് വേണ്ടി, സ്ട്രോബെറി കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ആ വഴിയല്ല, മഡ് ഹൗസിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് വരിക. മഡ് ഹൗസിൽ നേരെ റോഡിലോട്ട് പോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. ഇതുണ്ട് പഴയ സെറ്റപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ഇത് കണ്ടത് ഇവിടുന്ന് മഡ് ഹൗസ് ഇങ്ങനെ കാണാൻ പറ്റുന്ന കണ്ട റോഡ്. അപ്പോൾ അവള് സ്ട്രോബെറി തിന്നാൻ വേണ്ടി പൊക്കൊണ്ട്. ഇതാണ് നമ്മുടെ പയ്യൻ. ഇവന്റെ പേര് പറയത്തില്ല. ഇവന്റെ പേര് പൊട്ടനെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പോകുന്ന വഴി ഇവിടെ പല സ്റ്റേയും ഉണ്ട്. ഇതേ കണ്ടത്, അതൊരു സ്റ്റേ. അത് കണ്ട ആ കാണുന്ന ആ വ്യൂ ഒരു സ്റ്റേ ആണ്. മൊത്തം സ്റ്റേ ആണ് ഇവിടെ.
അത് മഡ് ഹൗസ് നമ്മളേക്കുന്ന എല്ലാം മഡ് ഹൗസ്. അത് ഇതാന്ന് തോന്നുക. വേറെന്ത് സെറ്റപ്പ് കേട്ടോ അത് വേറെന്ത് സെറ്റപ്പ്. ചാണകം എന്ന് പറയല്ലേ, ചാണകം എന്ന് പറയില്ല, അത് ഏറുമാടൻ സെറ്റപ്പാ. അത് ഏറുമാടൻ സെറ്റപ്പ് കേട്ടോ. പിന്നെ വേറെ ഐറ്റം ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്കിങ്ങനെ സൂം ചെയ്ത് കാണിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. ബ്രിക്സ് ഹൗസ് ഉണ്ട്, കുറേ ഹൗസ് ഉണ്ട് ഇവിടെ. ബ്രിക്സ് ഹൗസ് അല്ല, അത് കട്ട ഹൗസ്. ഇവൻ ഭയങ്കര ഇംഗ്ലീഷാണെന്ന് പറയുന്നത്. അവൻ അതുകൊണ്ടായിരിക്കും ട്രിപ്പിനിടയിൽ ഏതോ പാവപ്പെട്ടവൻ്റെ വണ്ടി ഇടിച്ച് സീനായ. ഇത് ക്യാമ്പിൻ്റെ അവരുടെ തന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ. നമ്മൾ നേരെ അങ്ങോട്ട് പോകും. പിള്ളേരെ അപ്പോൾ നമ്മളിത് പോകുന്ന വഴിയുള്ള കാഴ്ച കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാരറ്റും ഇവിടുത്തെ ചെറിയ ചെറിയ എന്താ കൃഷികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതമാർഗം സെറ്റപ്പാണ്. എന്നാലും നമുക്കിതൊരു കാഴ്ച മാത്രമാണ്. പക്ഷെ അവർക്ക് ജീവിക്കാനുള്ളൊരു വരുമാന മാർഗ്ഗമാണത്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ടൂറിസ്റ്റായിട്ട് വന്ന് ഇവിടുത്തെ ഇത് ആസ്വദിക്കുന്നു, അവരവിടെ നിന്നിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നു. ഇവിടുത്തെ പോകുന്ന വഴിക്ക് പല സ്റ്റേയും ഉണ്ട്, അതൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് കാണിക്കുന്നത്, എല്ലാം ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. വളരെ നമ്മൾ പോകുന്ന വഴി ഇതേ കോട ഇറങ്ങി വരുന്ന ഭയങ്കര തണുപ്പ് ഫീലിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ലേ. ഒരു വില്ലേജിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വ്യൂ ആണ് മൊത്തം കാണാൻ ഭയങ്കര ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അമ്പലമോ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. മേളിൽ എന്ത് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ. അല്ലടാ, പിന്നെ മേളിൽ സ്റ്റേ എന്താ കാര്യങ്ങളുണ്ട്, അതിൻ്റെയാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങൾ ഇത് കണ്ട നമ്മളിനി രാവിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് കോടയും ഭയങ്കര സെറ്റപ്പ് വില്ലേജ് കണ്ടതേ. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇത് ഫുള്ള് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വീടും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എത്രമാത്രം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത്ര ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരും. ഓക്കെ സ്റ്റേ. നമ്മൾ പോകുന്ന വഴി അണ്ണന്മാരിത് ചൂട് അത്രയും തണുപ്പിനെ ഇത് മറികടക്കാൻ വേണ്ടി അണ്ണന്മാർ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജീപ്പ് ഓടിക്കുന്ന അണ്ണന്മാരുടെ കേന്ദ്രം ഇത് ഫുള്ള് സെറ്റപ്പാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓരോരോ ആൾക്കാർ വന്നത് ഇത് കണ്ടത് ജീപ്പിലെ അണ്ണന്മാർക്ക് വേണ്ടി അവർ ജീപ്പ് ഓഫ് റോഡ് റൈഡിങ്ങിന് വേണ്ടി ചോദിക്കുക. അതാണ് സംഭവം. ടൂറിസ്റ്റുകൾ ഓരോന്ന് വന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തേണ്ട. ന്യൂ ഇയർ ആകുമ്പോൾ ഇന്നത്തോണ്ട് പൊളിയാക്കും, കളറാകും ഇവിടെ. പിള്ളേരെ ഇവിടുത്തെ ഒരു കൃഷി രീതി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിത്. തട്ടായിട്ടുള്ളൊരു കൃഷി രീതിയാണ്. കൃഷി അവരുടെ കൃഷിയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും ഏതാണ്ട് നൈസല്ലേ, ഇവിടുന്ന് നോക്കുമ്പോൾ നൈസ് വ്യൂ. അതെ അണ്ണന്മാരൊക്കെ അവിടെ പണിയെടുത്തോണ്ടിരിക്കുക നടുവേറി. നമ്മളിത് കണ്ടോണ്ടിരിക്കുന്നു. ക്യാരറ്റാന്ന് നിങ്ങളെ ക്യാരറ്റ് കൃഷിയാണെന്ന് തോന്നുന്നു ഇവരുടെ മെയിൻ പരിപാടി ക്യാരറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെന്തോ ഐറ്റം ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ തന്നെ പുകയും കാടും മലയും കുന്നും. ആഹാ മനോഹരം. അവർ നമ്മളെ കണ്ടിട്ട് കരയുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാ വിശന്നിട്ടായിരിക്കുമല്ലേ. നമ്മൾ ഇറങ്ങിയത് നമ്മളവിടെ നിന്നാണ് വന്നത്. നമ്മൾ ഇറങ്ങിയത് താഴത്തെത്തും. നമ്മൾ താഴത്തെത്തിയിട്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. മനോഹരമായിട്ടുള്ളൊരു പൂവാണ് പറഞ്ഞത്. എന്ത് മനോഹരമാണ് ഈ പ്രകൃതി കാണാൻ. അതിമനോഹരം. എന്താണ് നീ ചിരിക്കുന്നത്? എന്താടാ നിക്കടാ, നോക്കടാ. ഓ മൈ ഗോഡ്. പിള്ളേരെ ഇവിടെ സ്ട്രോബെറിയും ഉണ്ട്, ക്യാരറ്റും ഉണ്ട്, ക്യാബേജും ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഐറ്റം ഒന്നും ഇല്ലത്. ഈ കാണുന്ന സ്ട്രോബെറിയാണ്, ആ കാണുന്ന തട്ടിനകത്ത് കാണുന്നത് ക്യാബേജ്. ബ്രോ വാട്സപ്പ്. എല്ലാവരും ഹാപ്പിനെസ്സിലാണ്, ഞാനും ഹാപ്പിനെസ്സിലാണ്. കരിമ്പ് ഇവിടെ നിന്ന് മിക്കവാറും അടി മേടിച്ച് കൂട്ടാനുള്ള പ്ലാനാണ്. അവർ നമ്മളെ നോക്കിയിട്ട് പോകുന്നു, എന്താണെന്ന് അറിയത്തില്ല. നമ്മളെ ഇഷ്ടപ്പെട്ട് കാണും. ഐ ലൈക്ക് ദാറ്റ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. കഞ്ചാവാണെന്ന് പരിമളമല്ല, കഞ്ചാവാണെന്ന് പറഞ്ഞ് കുറെ ഇറക്കുന്ന ഐറ്റം. പക്ഷെ കഞ്ചാവല്ല കേട്ടോ, ഇത് ഏതോ ഒരു പാവപ്പെട്ട ചെടിയാണ്, അതിനെ കഞ്ചാവെന്ന് വിളിക്കുന്നു. ഞങ്ങൾ പറിക്കത്തില്ല. എടാ കരിമ്പിലൊന്നും പോയി പടത്തി പണ്ടാരും ഉടങ്ങാൻ.
കള്ളം പറഞ്ഞില്ല വെറും മരുന്ന് കഴിക്കാൻ പറ്റുന്ന വിഷമമായി. ഓ നോമാര് ബാഡ് വേർഡ്സ് ആണ് തിങ്ക് ചെയ്യുന്നത്. നല്ല മനോഹരമായ ഒരു പൂവല്ലേ ഈ കാണുന്നത്. വാവ്. വളരെ സ്ട്രോബെറി ഞാൻ കാണിച്ചു തരാം. സ്ട്രോബെറി ഇത് നമുക്ക് നിങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തേ ചാടി ഇറങ്ങിയതാണ്. ആ കിടക്കുന്ന ഐറ്റമാണ് സ്ട്രോബെറി. സ്ട്രോബെറി അവർ കൃഷി ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കണ്ണി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എത്ര കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും എന്തേ ഈ കിടക്കുന്ന ഐറ്റമൊക്കെ സ്ട്രോബെറിയാണ്. പഴുത്തൊക്കെ വിളവ് സമയമായി വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. എന്നാലും കൊള്ളാമല്ലോ കാണാൻ. എടാ കുറച്ച് കരിമ്പോ എടാ കുറച്ച് കടിച്ച് ഞാൻ തിന്നോക്കട്ടെ. ഓ പൊടിമോൻ്റെ പവർ. കരിമ്പണ്ട ഇവിടെ കൃഷി ചെയ്തതൊന്നുമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടി നമ്മളതുകൊണ്ട് കൃഷി ചെയ്തതാണോ? നമ്മളെ അച്ചോടാണ് കൃഷി ചെയ്തതാണ്. ആടാ എന്ത് കരിമ്പ് കൃഷി ചെയ്തതാണ്. നല്ല കരിമ്പ് കേട്ടോ. കരിമ്പ് നല്ലൊരു എന്ത് ടേസ്റ്റാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ട്രോബെറി വൈൻ കിട്ടുമെന്ന് പറയുന്നു. സ്ട്രോബെറി വൈൻ എന്തോന്ന് നോക്കാം. പക്ഷേ സ്ട്രോബെറി വൈൻ കൊള്ളത്തില്ല. നമ്മളൊന്നും കുടിച്ച് എനിക്ക് വേണ്ട. ആ റോഡിൽ കൂടെ പോയാൽ നമ്മളാ വെറുതെ നമ്മളവിടെ ഇരുന്നിരുന്നെങ്കിൽ അവിടെ ഇരിക്കും. എന്ത് കാര്യം അങ്ങനെ തന്നെ. നമ്മൾ വെറുതെ ഇരിക്കണേ അവിടെ ഇരിക്കും. എന്തുവാ എനിക്ക് സ്ട്രോബെറി കിടക്കുന്നുണ്ടോ? ഇത് ക്യാബേജാന്ന് തോന്നുന്നു. ഏതാ അത്? നീ റോങ് ഇൻഫർമേഷൻ കൊടുക്കില്ല. ഇത് സ്ട്രോബെറി, അത് ക്യാബേജ്. ഇത് ക്യാബേജ്, ഇത് ക്യാബേജ്, അത് സ്ട്രോബെറി, അത് സ്ട്രോബെറി. ക്യാരറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് കാണിച്ചു തരാം. ക്യാരറ്റ് വേണമെന്ന് വെച്ചാൽ എങ്ങനെയുണ്ടോ വിനീത? കൊള്ളാം. സൂര്യൻ്റെ കാന്തി. സൂര്യകാന്തി അല്ല, സൂര്യകാന്തി. എന്താ വരുന്നു. സൂര്യകാന്തി കണ്ടോ? അടിപൊളി സൂര്യകാന്തി. ഇത് നമ്മളെ അവിടെ ഇത് കഴിക്കാൻ വിളിക്കുന്നു. വൈൻ, സ്ട്രോബെറി വൈൻ ഒരു വീട്ടിൽ നിന്ന് അടിപൊളിയായിരിക്കും. അക്കത് നമുക്ക് സ്ട്രോബെറി വൈൻ തരുന്നു. ആണോ അക്ക? കുറച്ച് ടേസ്റ്റ് പണ്ണ യൂട്യൂബ് ചാനൽ. ഇത് സ്ട്രോബെറി വൈനല്ല, സ്ട്രോബെറി ജാം. ആ വൈനാണോ? ഓ സ്ട്രോബെറി വൈനാണ് കേട്ടോ. സ്ട്രോബെറി വൈനും കൊള്ളാം, സ്ട്രോബെറി ജാമും കൊള്ളാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ ഇവരുടെ വരുമാന മാർഗ്ഗം ഇതൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട് സ്ട്രോബെറി ജാമും കൊള്ളാം. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ മേടിക്കായിരുന്നു. ഇവിടെ ആരെങ്കിലും ഒരാൾ മേടിക്കടാ, സ്ട്രോബെറി ജാം മേടിക്കും. ഹരിയേടാ എന്തുവാണ് ഇത്? മെഷീൻ വർക്ക് ശരി തന്നു. പള്ളിന് ശക്തി വേണം, അല്ലെങ്കിൽ പണി നടക്കത്തില്ല. അക്ക സ്ട്രോബെറി ജാമിന് എത്ര? 150. 350. സ്ട്രോബെറി ജാമിന് 150, മറ്റേത് 100. കേട്ടല്ലോ നിങ്ങൾ എത്ര ആവും? എടാ ജാമ് മേടിക്കാം. ഇതാണ് വേറെ വീടും സെറ്റപ്പൊക്കെ ഇങ്ങനെ തന്നെ വേണ്ട. സാധാരണ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ സാധാരണക്കാർ തന്നെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും സാധാരണക്കാരാണ്. അല്ല ഗൂഗിൾ പേ റേഞ്ച് ഉണ്ടോ? ആ ഹോട്ട്സ്പോട്ട് ഓണാക്കിത്തോ. ഹോട്ട്സ്പോട്ട് ഓണാക്കി നമുക്ക് ജാം മേടിക്കാം. ഹോട്ട്സ്പോട്ട് ഓണാക്കാക്ക. നമ്മൾ അക്കയുടെ കയ്യിൽ നിന്ന് ജാം മേടിച്ചിട്ടുണ്ട്. സ്ട്രോബെറി ജാം എന്ന് കാണിച്ചാൽ ഇതാണ് സ്ട്രോബെറി ജാം കേട്ടോ. നല്ല അടിപൊളി ജാം. നമ്മുടെ കടയിലെ കെമിക്കൽ തിന്നുന്നതിനേക്കാൾ നല്ലത് ഇത് കണക്കത്തെ ആൾക്കാർ കൃഷി ചെയ്ത് ഉണ്ടാക്കി തരുന്ന സാധനം തിന്നുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടോ കടയിൽ മൊത്തം ആഡഡ് ഷുഗർ കോപ്പും കോസടിയൊക്കെ ആയിരിക്കും. അല്ലാതെ നാച്ചുറൽ സാധനം കിട്ടും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അതാണ് ഒരു ഗുണം. ഇങ്ങനെ ട്രിപ്പ് പോകുന്നതിൻ്റെ ഗുണമൊക്കെ അതാണ്, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും അതറിയാമല്ലോ. മലമേട്ടിൽ ഇവിടെ നെറ്റ്
ഇതാണ് നമ്മൾ മേളിൽ നിന്ന് കണ്ട വ്യൂ. നല്ല അടിപൊളി വ്യൂ. ഇത് അടുത്ത കൃഷിക്ക് വേണ്ടിയാന്ന് തോന്നുന്നു ഇവരിത് കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്ത കൃഷിക്ക് വേണ്ടി കറക്റ്റ് ചെയ്തേക്കുന്നത്. നോക്കി ഇവിടെ പിള്ളേർ ഫുട്ബോളും കളിക്കുന്നുണ്ട്. പറയാൻ എടാ ഇങ്ങനെ പോവാ. പാലമില്ല, അങ്ങനെ പാലമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ പാലമില്ല, ഒരു പാലം പോലും ഇട്ടിട്ടില്ല. ഇതെന്താണ് പേരയ്ക്ക കൃഷി ചെയ്തേക്കുന്നത്. പേരയ്ക്ക കൃഷി ഇവിടെ എല്ലാവരുടെയും കൃഷി രീതികളാണ് പലതും. കരിമ്പ് പേരയ്ക്ക കൃഷി ചെയ്ത് അവിടെ പേരയ്ക്ക വീണൊക്കെ കിടക്കുന്നു. പറിക്കാറായി, എന്നാലും ഇവരിന്ന് പറിക്കാത്തതാണ്. അതെടാ പറിക്കാറായി, പക്ഷെ പറിക്കുന്നില്ല. ഇതാണ് അടിപൊളി മറ്റേ സാധനം അതെന്താണ് കൊക്കോയാ? പിന്നെ എന്തോ തിന്നുന്ന സാധനം കേട്ടോ തൂങ്ങി കിടക്കുന്നത്, എന്തോന്ന് അറിയത്തില്ല. അണ്ണന്മാരുടെ വണ്ടി ജീപ്പ് ഓഫ് റോഡാണ് ഇവിടുത്തെ കിങ്. ഓഫ് റോഡ് കിങ്. ഇത് ഇവിടെ തിന്നുന്ന എന്തൊരു സാധനമല്ല, വിഷമാണെന്ന് പറയുന്നത് പിള്ളേർ. ഇതൊരു കോളാമ്പിച്ചെടിയാ. ഇതുകൊണ്ട് വേറെന്തോ ഉപയോഗം ഉണ്ടെന്ന് ഞാൻ കേട്ടിയട. വേണ്ട പറിക്കണ്ട, അത് ഉപയോഗിക്കാനുള്ള വേറെന്തോ ഉപയോഗത്തിനുള്ളൊരു ചെടിയാണ് ഓഫ് റോഡ് കിങ്. എന്തോ ഒരു ഉപയോഗത്തിനുള്ളൊരു ചെടിയാണ്, പൂവാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ കിട്ടുമെന്നൊക്കെ പറയുന്നത് ഈ ചെടി, ഈ പൂ. ഒരു പൂ പോയി. നമ്മുടെ പിള്ളേർ വരുന്ന വഴിക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ചെറിയൊരു സെറ്റപ്പ്. ഒന്നാണ് ഫുട്ബോൾ. എവിടെ ചെന്നാലും ഫുട്ബോൾ എന്ന് പറയുന്ന സാധനമുണ്ട്. ക്രിക്കറ്റ് കണക്കല്ല ഫുട്ബോൾ, അത് വേറൊരു വൈബാണ്. ക്രിക്കറ്റും വേറൊരു വൈബാണ്. കണ്ടോ ഇവിടെ നോക്കി, നമ്മൾ ആ ടോപ്പിൽ നിന്ന് വന്ന വണ്ടി പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ആ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള വ്യൂ നോക്കി. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ എല്ലാം. നിറച്ച് ടൂറിസ്റ്റുകളാണ് ഇവിടെ മൊത്തം. ഫുട്ബോൾ ഫുട്ബോൾ ഒരു വികാരം എല്ലായിടത്തും കാണും. ഫുട്ബോൾ ഇസ് എ വികാരം. നീ അടിക്കല്ലോ ഇങ്ങോട്ട് ഒരു വീഡിയോ എടുക്കണം. വട്ടവട വന്നിട്ട് ടീം ഇട്ടേക്കും. വട്ടവട വന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ഇതാണ് കണ്ട ആരോടാ നമ്മളുടെ വൈബ് തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. ഫുട്ബോൾ ഇടങ്ങിട്ടാ പൊടി മോനെ. മൈ ഗോഡ്. എടാ നിട്ടാ ബ്രോ ഓ ഫുട്ബോൾ 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സാധനത്തിൽ തടുന്നത്. ഓഹ് എന്താ ഫീല്. ഫുട്ബോൾ കളിച്ചിട്ട് കാണാം ഇനി. അതിമനോഹരമായ ഒരു ഫുട്ബോൾ കളിയാണ് കാണുന്നത്. ഫുട്ബോൾ അതിമനോഹരമായ ഫുട്ബോൾ കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണ്, സൂപ്പർ. പിള്ളേരെ നമ്മൾ വട്ടോടെ വരികയും ചെയ്ത് വട്ടോടയിലെ പിള്ളേരുമായിട്ട് ഫുട്ബോൾ കളിക്കുകയും ചെയ്ത്. അത്രേ ഉള്ളൂ, അതാണ് നമ്മൾ.